നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയുടെ ഹദീസാണ് ഞാൻ പറയുന്നത്. വറുബ്ബമാ ദബഹ ശാത്ത, ആടിനെ അറുക്കാറുണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ യുഖത്തിഉഹാ അഅ്ദാഅ, അതിനെ കഷ്ണം കഷ്ണമാക്കും. നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂലേ, നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിയിട്ട് കഷ്ണം കഷ്ണം ഓരോരുത്തർക്ക് പീസ് ആക്കൂലേ, ഇങ്ങനെ മാംസത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്തുകൊണ്ട് മുറിച്ചു കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ്. സുമ്മ യബ്അസുഹാ, പിന്നെ അതിനെ റസൂലുള്ളാഹി തങ്ങൾ വോളണ്ടിയേഴ്സ് ഒക്കെ കൂടെ പോയി എല്ലാവരും ആ വെള്ളം നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വിതരണം ചെയ്യും. സുമ്മ യബ്അസുഹാ, ഈ ഇറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുമായിരുന്നു, കൊടുത്തയക്കുമായിരുന്നു. ഫീ സ്വദാഇഖി ഖദീജത, ഖദീജ ബീവിയെ പരിചയമുള്ള അന്നത്തെ മുഴുവൻ മുഅ്മിനാത്തുകളിലേക്കും. മനസ്സിലായോ നിങ്ങള്? ആ മുഅ്മിനീങ്ങളിലേക്ക് ഇതിന്റെ മാംസം റസൂലുള്ളാഹി തങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഖദീജ ബീവി പറയാണ്, മഹത്വം പറഞ്ഞത് കേട്ടാൽ, മഹത്വം പറഞ്ഞത് ഖുൽതു ലഹു കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅ ഇല്ലാ ഖദീജ. ഖദീജ ബീവിനെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, ഖദീജ ബീവിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ മദ്ഹങ്ങനെ പറഞ്ഞു എന്താ തോന്നുക? ഖദീജ ബീവി പറയാണ്, കണ്ട, കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ, ഖദീജ അല്ലാതെ ഈ ദുന്യാവിൽ വേറെ പെണ്ണെന്നെല്ലാം തോന്നിപ്പോവും. ആ ജാതി പറിച്ചിട്ട് പറയാ. മൗലിദ് കേട്ട് ഓതിയിട്ട് മുഹമ്മദ് മുസ്തഫ, ഇതിനെ വളച്ചൊടിക്കാന്നാ പറയാ. നേരെ അർത്ഥം വെക്കല്ലത്, ഇതിനെ വളക്കല. ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആളെ കൊണ്ട്. ഇത് നേരെയാണ്. ഇതാണ് ഹദീസ്. ഹദീസിൽ പറഞ്ഞ കഥ ഇതാണ്. ഇനി നിങ്ങൾ പറ. തിരക്കിന്റെ ഇടയിൽ പ്രബോധന മധ്യേ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ അറുക്കുന്നു, മുറിക്കുന്നു, കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു, ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു. എന്തിന് ചെയ്തതാണിത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയ ആളുടെ മദ്ഹ് പറഞ്ഞ ശേഷം ആടിനെ അറുത്തു, വിതരണം നടത്തി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, മഹത്തുക്കളുടെ മദ്ഹ് നമുക്ക് പറയാം, ഭക്ഷണം വിതരണം ചെയ്യാം. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ, അഥവാ അള്ളാഹുവിന്റെ മഹാനായ, അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിനെ പറ്റി എന്താ പറയാ? മോശോ നല്ലതോ? ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല. കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് മോദി ശേഖരന് മത് പറയാൻ പറ്റുമോ? ഖദീജ ബീവി പറഞ്ഞിക്കണ പൊന്നാര ഹനീഫ, അത് മനസ്സിലാക്കണം. ഹനീഫക്ക് എന്നാ ഒന്ന് കൂടെ വാ, ഒന്ന് നിക്ക്. മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ മൗലിദ് ഓതാൻ അല്ല, പിന്നെ എന്താണ് ഒരു ബേജാറ്? മൗലിദ് ഓതിക്കോളി. എല്ലാരും കേട്ടാ? മൗലിദ് ഓതിക്കോളാൻ. ഇനി നിങ്ങൾക്ക് വിഷമം നിങ്ങൾ മൗലിദ് ഓതിക്കോളി. ഹനീഫ അവിടെ നിക്ക്, ഹനീഫ അവിടെ വാ, മൗലിദ് ഓതാം. ഹനീഫ ഉള്ളിൽ നിങ്ങടെ പുറത്തേക്ക് വരാത്തെന്താ? കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിഷയത്തിലേക്ക് വാ. ഇസ്ലാമിൽ നിന്ന് സമുദായത്തെ തൗഹീദിനെതിരിൽ നിരീശ്വരവാദത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് വഹാബികളാണ്. എങ്ങനെയെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് കോട്ട് ചെയ്യൽ നിർബന്ധ. നിങ്ങളെ കറാമത്തും നിങ്ങളെ മൊയ്ജിദത്തും കേട്ടിട്ട് ആൾക്കാർ മുജാഹിദായിരുന്നു. ആൾക്കാർ ഇസ്ലാം എന്ന് പോയി. കറാമത്ത് അപ്പൊ കറാമത്തും മുജീദത്തും അപ്പൊ മുജാഹിദാർ എന്താ പറഞ്ഞേ? മുജാഹിദാരും ചുരുക്കി പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ക്ലിപ്പ് ഉണ്ട് ഇവിടെ. 5 മാസം പ്രായമായ പെൺകുട്ടിയെ ആൺകുട്ടിയാക്കിയ കറാമത്ത്. അത് ശരി. ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ മെല്ലെ ചോദിക്കണം. ഭയങ്കര ഇതൊരു കറാമത്തായി പോയി. അല്ല, ഇത് ഒരു സമയം ഒരു കുഴപ്പമില്ല. ഇത് വലിയൊരു കറാമത്തായില്ലേ? വയറ്റിന്റെ ഉള്ളിൽ 5 മാസമായപ്പോ തിരിച്ച് ഇത് വേറെ കറാമത്ത്. നിങ്ങൾ എന്തത് സ്കാനിങ്ങിന് കൂടി പറയാൻ പറ്റാത്ത? ഒരു മിനിറ്റ് നിങ്ങൾ അങ്ങനെ ഒന്നും ഇതൊക്കെ അൽഹംദുലില്ലാ നിങ്ങൾ വളരെ ഇഷ്ടമായി പോയി. മാഷാ അല്ലാഹ്. എവിടുന്ന നിങ്ങൾ? മാഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു റാഹത്താക്കട്ടെ, ഹിദായത്ത് തരട്ടെ. അല്ലാഹ് വളരെ ശ്രദ്ധിക്കണം. ഹനീഫ ഒരു വിഷമം തോന്നരുത്.
സത്യം അറിയണം. എന്താ പറഞ്ഞു? കറാമത്ത്. നിങ്ങളെ കറാമത്ത് കേട്ടാൽ ഞാൻ ചോദിക്കട്ടെ, പണ്ടൊരു മൗലവി ചോദിച്ചാണ് അതേപോലത്തെ ചെയ്തില്, കറാമത്ത് മൊയ്‌ദി ശേഖിന് കറാമത്തിന്റെ റിഫായ് ശേഖിന് കറാമത്തുണ്ടെങ്കിൽ ഒരു ചായ പോരട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഇവിടെ നല്ല ഫിറ്റാണ്, മാഷാ അല്ലാഹ്. നിങ്ങൾക്ക് മൊയ്‌ദി ശേഖിന് കറാമത്ത്, വെല്ലേ നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. എന്നാ പിന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ പോരട്ടെ. പറഞ്ഞ അപ്പ തന്നെ ചായ വരില്ലേ? പറഞ്ഞ അപ്പ ചായ അല്ലേ? ഇവരിതിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് എന്താണെന്ന് അറിയുന്നത്? എല്ലാം കേൾക്കുന്ന റബ്ബ്, എല്ലാറ്റിനും കഴിയുന്ന റബ്ബ്. നിരീശ്വരവാദത്തിലേക്ക് ഈ സമുദായത്തെ അവർ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ? ഇത് പറയുകയാണ് ഇവിടെ വെല്ലുവിളിയോടുകൂടി ഞാൻ പറഞ്ഞത്. ആർക്ക് തിരുത്താൻ പറ്റുമെങ്കിലും വരാ, തിരിച്ചവിടെ. നിങ്ങൾ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് കയറി വരി, സംസാരിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ കാര്യം തുറന്ന് സംസാരിക്കുക. ഒരു കട്ടൻ ചായ പോരട്ടെ. എന്താണ്? എപ്പ വിളിച്ചാലും കേൾക്കാനും ഉത്തരം നൽകാനും കഴിയുന്ന ഗൗസുൽ ആലം തങ്ങളുടെ കറാമത്ത് കൊണ്ടൊരു കട്ടൻ ചായ പോരട്ടെ. അപ്പോ സദസ്സൊക്കെ പാടങ്ങനെ ഉസ്താദ് പടച്ചനപ്പോ എന്താ കട്ടൻ ചായ ഇപ്പൊ വരുമോ? ഇനി വരൂലേ? വന്നാല് മൊയ്‌ദി ശേഖിന് കറാമത്തുണ്ട്, അഥവാ വന്നില്ലെങ്കിൽ മൊയ്‌ദി ശേഖിന് കറാമത്തില്ല. നാട്ടുകാരൊക്കെ ഒരു ധാരണയിലെത്തി. ഉസ്താദ് എണിച്ചെന്നിട്ട് പറഞ്ഞേ, മൊയ്‌ദി ശേഖിന്റെ കറാമത്തിന് നമ്മൾ തമ്മിൽ തർക്കമുണ്ട്, കിട്ടോ കിട്ടൂല എന്നുള്ളത്. അള്ളാഹു തരൂല എന്നുള്ളത് ഒരു തർക്കൂല. അത് നെസ്വ, നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല. നിങ്ങളാണെങ്കിൽ തൗഹീദിന്റെ ബഹറിൽ കിടന്ന് കുളിക്കുക. നിങ്ങൾ ആ ഇഖ്ലാസുള്ള തൗഹീദ് കൊണ്ട് ഏത് സമയത്ത് ചോദിച്ചാലും കേൾക്കാനും എപ്പ തരാനും കഴിയുന്ന പടച്ച റബ്ബിന്റെ കഴിവ് കൊണ്ട് ഒരു പയമ്പൊരി നിങ്ങളും കൊണ്ടുവരണം. ഏവന്റെ മനെ കട്ടൻ ചായ ഞങ്ങളും, അത് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് മൊയ്‌ദി ശേഖിന്റെ ബർക്കത്ത് കൊണ്ട് ഒരു കട്ടൻ ചായ ഞാനും, അള്ളാഹ് നേരിട്ട് നിങ്ങൾക്ക് ഒരു പയമ്പൊരിയും. നിങ്ങൾ ചിരിച്ചതും ഒക്കെ ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ ഇവിടെ അതിന് കഴിഞ്ഞു, ഞാൻ വായിക്കാത്തോണ്ട ഇത് ചിരിച്ചതൊക്കെ. പക്ഷെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? മൊയ്‌ദി ശേഖിന് കൈവില്ലട്ടോ, കട്ടൻ ചായ വന്നില്ലട്ടോ. അണ്ട, നിരീശ്വരവാദികൾ കയറി ചോദിക്കുന്നു, മൗലവി കട്ടൻ ചായ വരാത്ത ശൈഖ് ജീലാനിക്ക് കഴിവില്ലെങ്കിൽ കേവലം പഴംപൊരി വരാത്ത, ഒരു പഴം പൊരിച്ചത് കൊണ്ടുവരാൻ കഴിയാത്ത നിങ്ങളുടെ റബ്ബെന്ന് പറയുന്ന അല്ലാഹുവിന് കഴിവില്ലല്ലോ മൗലവി. അല്ലാഹുക്ക് കഴിവില്ല ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ മേലെ വെറുതെ പറയാണ്. കഴിവുണ്ടോ? പിന്നെ അല്ലാതെ ഉറപ്പല്ല ഉണ്ടെന്ന്. എന്നാ പിന്നെ ഒരു പഴംപൊരി പോട്ടെ, പഴംപൊരി ഒന്നും തരുവില്ല നിങ്ങളാകെ. അത് ശരി, അള്ളാഹ്ക്ക് എന്തിനും കയ്യും നിങ്ങൾ വന്നോളി, ചോദിച്ചോളി, നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാ. ഈ പറയണ നിങ്ങൾക്ക് ഒരു പഴംപൊരി പോലും കൊണ്ടുവരാൻ കഴിയണില്ല. അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്ക് സമുദായത്തെ വലിച്ചിഴച്ച കറാമത്തിന്റെ കഥ പറഞ്ഞപ്പോഴാ ഞാൻ ഇടപെട്ടത്. കാക്കണേ അല്ലാ. പഴം പൊരിച്ചത് തരണോ, കട്ടൻ ചായ വരണോ വേണ്ടേന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയും കുറച്ച് കൂടുതൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലായിക്കോളി. ഏറ്റവും ചുരുങ്ങി കുറച്ച് കൂടുതൽ അള്ളാഹ്ക്കേ നമ്മൾ തീരുമാനിക്കുന്നിടത്ത് ഓൻ ഇങ്ങനെ വന്ന് നിൽക്കണം നമ്മൾ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ. കൂട്ടത്തിൽ കറാമത്ത് കൊണ്ട് നിങ്ങളെ കൊണ്ട് കുറെ ആൾക്കാർ മുജാഹിദായിന്ന് ഇല്ല. നമ്മളെ കൊണ്ട് ഈ കൂട്ടക്കാര് പുറത്തേക്ക്, ഇസ്ലാമിന്റെ പുറത്തേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാടിനെ പടച്ച റബ്ബ് കാക്കട്ടെ, നമ്മുടെ സമുദായത്തെ അല്ലാഹു കാക്കട്ടെ. താങ്കൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച വ്യക്തിയുടെ ആണ്ട് നേർച്ച കഴിച്ചു. അത് അവരുടെ പേരിൽ മൃഗത്തെ അറുത്തും മാംസം വിതരണം ചെയ്തു എന്ന് പറഞ്ഞു. താങ്കൾ ഏത് ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്? അതൊന്ന് പറഞ്ഞെന്നാൽ ഉപകാരമാണ്. ആരുടെ പേരിലാണ് അറുത്ത് വിതരണം ചെയ്തത്? ഇങ്ങനെ ഹദീസ് ഉദ്ധരിച്ച കിതാബിന്റെ പേരാ കിട്ടണ്ടേ? ഉസ്താദ്, ഈ സംഭവം ഹനീഫാക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതുപോലെ ആണ്ട് നേർച്ചയും നബിദിനൊക്കെ കഴിച്ച ആളാണ്. കഴിച്ചോണ്ടിരിക്കപ്പോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിക്കണ്ട. ഇപ്പൊ കഴിച്ച അൽഹംദുലില്ലാ പടച്ചോ ഹിദായത്ത് തന്നെന്ന് വിചാരിച്ച് നിൽക്കുക. ഇപ്പൊ റെഡിയാവും. ചോദിക്ക്, നിങ്ങൾക്ക് ബുഖാരി ഇപ്പൊ കിട്ടും. ഇപ്പൊ റെഡിയാവും നിങ്ങളെ ഹിദായത്ത്. റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ആയിഷ ബീവി പറയുന്നു, അൻ ആയിഷ റളിയല്ലാഹു അൻഹാ
قالت ما غرت على أحد من نساء النبي صلى الله عليه وسلم ما غرت على خديجة وما رأيتها. ഖദീജ ബീവിയോട് എനിക്ക് വല്ലാത്തൊരടങ്ങറാണ്. സംഗതി ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഖദീജ ബീവിനെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഷെയ്ഖ് ജീലാനി തങ്ങളെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ ദിഫായ് ഷെയ്ഖിനെ കണ്ടിട്ടില്ലല്ലോ, മഖ്ദൂം തങ്ങളെ കണ്ടിട്ടില്ലല്ലോ. എന്ന പോലെ ആയിഷ ബീവി പറയുന്നു, മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മാ റഅയ്തുഹാ, ഞാൻ കണ്ടിട്ടില്ല. വലാകിൻ, പക്ഷേ എനിക്കിങ്ങനെ ഒരു വിഷമം വരുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും കാനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയായിരുന്നു, യുക്സിറു ദിക്റഹാ, ഖദീജ ബീവിയെ കുറിച്ച് വല്ലാതെ പറയുമായിരുന്നു. യുക്സിറു ദിക്റഹാ, ഖദീജ ബീവിയെ കുറിച്ച് വല്ലാതെ പറയുമായിരുന്നു. വഫാത്തായ ഖദീജ ബീവിനെ കുറിച്ച് ഇങ്ങനെ മുത്തുനബി, ഖദീജ മാഷാ അല്ലാഹ് വല്ലാത്തൊരു, അങ്ങനെയായിരുന്നു അവൾ, ഇങ്ങനെയായിരുന്നു, അത്ര വലിയ മഹദിയാണ്, ഇത്ര നന്മകൾ ചെയ്ത ആളാണെന്ന് മാല പാടണ പോലെ, മാല പാടണ പോലെ എന്ന് പറഞ്ഞാൽ ആ പോലമലിഞ്ഞ് പിടിക്കണ്ട, പോലമ തന്നെ അതിന് മറുപടി ഉണ്ട്, പോലെന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മാല മധുഹൊക്കെ ചെല്ലുന്ന പോലെ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിന്റെ മധുഹ് ചെയ്തു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഭക്ഷണം കൊടുത്തു എന്നൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ ഹനീഫാക്ക്? ഇപ്പൊ മനസ്സിലായില്ലേ? ഭക്ഷണം കൊടുത്തു, മൗലിദ് ഓതി ഭക്ഷണം കൊടുത്തു എന്ന് ഹനീഫാക്ക് മനസ്സിലായില്ലേ? ആ ഹദീസ് ഉസ്താദ് എന്തിനാണ് ദുർവ്യാഖ്യാനിക്കുക? എനിക്കറിയാം നിങ്ങൾ ആ ഹദീസായിരിക്കും പറയാ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ആ ഹദീസ് ഒന്ന് പറയാമോ, ആ ഗ്രന്ഥം ഒന്ന് പറയാമോ? ഏത് ഗ്രന്ഥത്തിലാണ് ഉസ്താദ്? ബുഖാരി. ബുഖാരി. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊടുത്തു. ഖദീജ ബീവി മരിച്ച ദിവസത്തിലാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചെയ്തത്? അല്ല പറയട്ടെ ശരി, നമുക്ക് പറയാം. ആ വീട്ടിൽ വല്ല നല്ല എപ്പോഴെങ്കിലൊക്കെ ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണം കിട്ടാറുണ്ട് അവിടെ, ആരെങ്കിലും കൊടുത്താലോ അല്ലെങ്കിൽ അർത്താലോ. അപ്പോ ഖദീജ ബീവിയുടെ സ്നേഹിതികൾ, സുഹൃത്തുക്കൾക്ക്, അവരുടെ സ്നേഹിതികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും കൊടുത്തയക്കും. ആരോടുള്ള സ്നേഹം? ഖദീജ ബീവിനോടുള്ള സ്നേഹം കൊണ്ട്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് കൊടുത്തയക്കും? ഹനീഫ തആൽ മഈ. 1 മിനിറ്റ്. എല്ലാ വർഷവും മൃഗത്തെ അറുത്തിട്ടും എല്ലാ വർഷവും നെയ്ച്ചോറ് വെച്ചിട്ടും കൊടുക്കുന്ന സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി. ഹനീഫ ഒരു കാര്യം ഹനീഫ മനസ്സിലാക്കണം, അവരുടെ ഫ്രണ്ട്സിന് ഖദീജ ബീവിയുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനങ്ങൾ വല്ലതും കൊടുത്തയക്കും. അതിന് സമയമോ കാലമോ വർഷമോ മരിച്ച ദിവസമോ അങ്ങനെ ഒരു ഹദീസിന് വന്നിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതില് ആണ്ട് നേർച്ച കഴിക്കാൻ തെളിവുണ്ട്, കാരണം ഇത് എല്ലാ കൊല്ലം ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ ഹദീസ് എടുത്തിട്ടാ പറയാ ആണ്ട് നേർച്ച കഴിക്കാൻ തെളിവ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കൊടുത്തയച്ചിട്ടുണ്ട്, നല്ല ഭക്ഷണം കിട്ടിയാൽ ഖദീജ ബീവിയുടെ സ്നേഹിതർക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഇല്ലാതെ മുജാഹിദീൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ പറയണെന്താ ആണ്ട് നേർച്ച കഴിക്കാൻ ഈ ഹദീസ് തെളിവാണെന്നാണ്. ഇമാം ബുഖാരി പോലും അല്ല, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ ഈ പറഞ്ഞ തന്നെ പറയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാണോ? അല്ല, ഞാൻ പറയണോ സാർ, പറയണത് എന്താ? അതൊന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയല്ലേ ഞാൻ. നിങ്ങൾ എന്താ പറയണത്? ഖദീജ ബീവിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കല്ലേ? ഖദീജ ബീവിന്റെ വിഷയത്തിൽ, ഞങ്ങളെ വിഷയത്തിന് നിങ്ങൾ ഈ പറഞ്ഞതിന് തെളിവൊന്നുമില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയണത്. ഖദീജ ബീവിന്റെ മഹത്വം എപ്പോഴെങ്കിലൊക്കെ, വല്ലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ ഇവര് പറഞ്ഞാട്ടോ, എപ്പോഴെങ്കിലും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എപ്പോഴെങ്കിലും എന്നല്ല ഞാൻ പറഞ്ഞത്. ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം വീട്ടിൽ ഉണ്ടാവാറില്ല. ഒരു മിനിറ്റ് ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴാ കൊടുക്കല്? വല്ലവരും ഹദിയ ചെയ്ത് കിട്ടി അപ്പ കൊടുക്കും. മെല്ലെ ഹനീഫ വാ. ഹനീഫക്ക് എതിരാണ് ഹനീഫ എന്റെ കൂടെ വാ. ഞാൻ ഹനീഫന്റെ കൂടെ ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ആവർത്തിക്കാതിരിക്കാൻ മാത്രമല്ല ഞാൻ പങ്കെടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് എത്ര വ്യക്തമാണ്? ഹനീഫന്റെ കൂടെ എന്നല്ലേ ചോദിക്കുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ. ഹനീഫ പറയുന്നത് ഖദീജ ബീവിയുടെ മഹത്വം പറയാറുണ്ട് റസൂലുള്ളാഹി തങ്ങൾ, സമ്മതിച്ചു. അതെപ്പോഴാണ്? വഫാത്തിന്റെ ശേഷമാണ് സമ്മതിച്ചു. വഫാത്തായി പോയ ഒരാളുടെ മദ്ഹ്, മാല, മൗലിദ്, മരിച്ചുപോയ ആൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മൂപ്പർ അങ്ങനെയാണ്, എപ്പോഴാണെന്നറിയത് പറയണത്? ബദറും ഉഹദും ഒക്കെ നടക്കുന്ന കാലത്ത്, ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ 23 വർഷക്കാലത്തെ തീവ്ര പ്രബോധന കാലഘട്ടത്തിൽ ഒഴിഞ്ഞിരുന്ന്
ഇങ്ങനെ അല്ലാ തിരി പേരും സ്തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബ. അങ്ങനെ ട്യൂണുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലോ, ഒഴിഞ്ഞിരുന്ന് മുത്തുനബി ഖദീജ ബീവിൻ്റെ മൗലിദ് ഓതാണ്, മദ്ഹ് ചെല്ലാണ്. വഫാത്തിൻ്റെ ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞോ? ഹനീഫ സിമ്പിളാക്കിയാണ് എന്നിട്ട് പോയി. ഹനീഫ സിമ്പിളാക്കിയതല്ല, ഭർത്താവ് ഭാര്യനെ പറ്റിയിട്ട് പുകഴ്ത്തി പറയും. അതൊക്കെ മൗലിദ് നിങ്ങൾ അതുപോലെ തന്നെ അത് പിന്നെ അത് നിങ്ങൾ പറയും. അത് പിന്നെ എന്താണ്? അങ്ങനെയാണോ? ഇതിപ്പോ എന്താ അറിയോ, ഇത് മൂപ്പര് ആയിശ്വര്യ ഒരാളെ പറ്റിയിട്ട് മദ്ഹ് പിന്നെ പുകഴ്ത്തി പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയിട്ട് മദ്ഹ് പറഞ്ഞു, അതിനർത്ഥം എന്താ? ആയിശ്വര്യ. അതിപ്പോ ഭർത്താവ് റസൂലുള്ളാഹി തങ്ങൾ ഒരു സംഗതി ചെയ്യുമ്പോ അത് ഭാര്യനോട് ചെയ്തതൈക്കാരം. ഭർത്താവ് ഭാര്യനോട് ചെയ്തു എന്നുള്ളത് തട്ടുകയാണെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുമല്ലോ. അത് ഭർത്താവും ഭാര്യ എന്നുള്ള ചെയ്താണ്, നമുക്ക് ദീനായിട്ട് ബന്ധമൊന്നുമില്ല. മുത്ത് നബിയാ ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ആരോ അല്ല, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവരെ കുറിച്ച് പറയുന്നത് മറ്റ് വേറൊരാളോട് പറയണത്, സ്വന്തം ഇങ്ങനെ ആലോചിക്കല്ല, വേറെ ആളോട് പറയാണ്. എപ്പോഴെങ്കിലുമല്ല, കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും ഖദീജ ബീവിയെ കുറിച്ച് മുഹമ്മദ് മുസ്തഫ. അതിന് മൂപ്പരൊരു കാരണം പറഞ്ഞു. എന്താണെന്നറിയോ? അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടേ കാരണം. അത് ശരി, ഞങ്ങൾക്ക് ഔലിയാക്കന്മാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളത് പറയണത്. കറക്റ്റായി സീറ്റുകൾ ആലോചിക്കണേ. ദീനുണ്ടാക്കി അല്ല അല്ല അല്ല, ഇത് ദീനുണ്ടാക്കല. വൺ മിനിറ്റ് അനിഫ് അങ്ങനെ സംസാരിക്കരുത്. ദീനുണ്ടാക്കേ, ഇത് ദീനുണ്ടാക്കല. ഇത് ബുഖാരിയിലുണ്ടോ? ആചാരോ? കറക്റ്റ്, അത് കറക്റ്റാ. ഈ അങ്ങനെ പോയിന്റ് പറയും. അതായത് ഇങ്ങനെ ദീനുണ്ടാക്കുകയാണെങ്കിൽ ആണോ? നിങ്ങളെ വാദം ഉന്നയിച്ചിട്ടുണ്ടോ? അതാ ഇമാം ബുഖാരിയുടെ വാദമാണിത്. ഇമാം ബുഖാരിയുടെ വാദമാണിത്. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പിന്നെ ആയിഷ ബീബി വഫാത്തായി കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട സുന്നത്തായ കർമ്മമാണോ അല്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് ഭാര്യയാണ് എന്ന് തട്ടുകയാണോ വേണ്ടത്? ആ വിഷയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാം അത് ജീവിതത്തിൽ പകർത്തുകയാണോ വേണ്ടത്? പറ ചോദിച്ചതിന് മറുപടി പറ. ഇത് മാത്രം പറ. ദീനാണിത്, ദീനാണിത് പറ. ഞാൻ പറഞ്ഞല്ലോ, ഭാര്യനെയോ അല്ലെങ്കിൽ സുഹൃത്തിനെയോ ഉപ്പയോ ഉമ്മയോ അവർ മരിച്ചു പോയിട്ട് അവർ ചെയ്ത നല്ല കാര്യങ്ങൾ പറയണ്ടെന്നല്ല ഇപ്പോൾ ആരും പറഞ്ഞിട്ടില്ല. ബസ് അപ്പൊ നല്ല ഒരു മിനിറ്റ് ഇതാ യുക്സിറു, ഇനി വായിക്കാം, അർത്ഥം വെക്കാം. യുക്സിറു ദിക്റഹ, വഫാത്തായി പോയ ഷെയ്ഖ് ജീലാനി തങ്ങളെ അഥവാ അള്ളാഹുവിന്റെ മഹാനായ അള്ളാഹുവിൽ ജയിച്ച് ജീവിച്ച ഇപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിനെ പറ്റി ഇപ്പൊ എന്താ പറയാ? മോശോ നല്ലതോ? ശരിക്കും പറഞ്ഞാലേ ഇതൊരു കാര്യത്തിൽ പെടൂല. കാരണം അനീഫ സംസാരിക്കുന്നത് ഒരു വിഷയം മനസ്സിലാക്കണം എന്നുള്ള ലക്ഷ്യത്തിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു മിനിറ്റ് മോദി ശേഖരന് മത് പറയാൻ പറ്റുമോ? ഖദീജ ബി പറഞ്ഞിക്കണ പൊന്നാര ഹനീഫ, അത് മനസ്സിലാക്കണം. ഹനീഫക്ക് എന്നാ ഒന്ന് കൂടെ വാ, ഒന്ന് നിക്ക്. മദ്ഹ് പറയാന്ന് പറഞ്ഞാൽ മൗലിദ് ഓതാൻ അല്ല, പിന്നെ എന്താണ് ഒരു ബേജാറ്? മൗലിദ് ഓതിക്കോളി. എല്ലാരും കേട്ടാ? മൗലിദ് ഓതിക്കോളാൻ. ഇനി നിങ്ങൾക്ക് വിഷമം, നിങ്ങൾ മൗലിദ് ഓതിക്കോളി. ഹനീഫ അവിടെ നിക്ക്, ഹനീഫ അവിടെ വാ, മൗലിദ് ഓതാം. ഹനീഫ ഉള്ളിൽ നിങ്ങളുടെ പുറത്തേക്ക് വരാത്തെന്താ? കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വിഷയത്തിലേക്ക് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയുടെ ഹദീസാണ് ഞാൻ പറയുന്നത്. വറുബ്ബമാ ദബഹ ശാത്ത, ആടിനെ അറുക്കാറുണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ യുഖത്തിഉഹാ അഅദാഅ, അതിനെ കഷ്ണമാക്കും. നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കൂലേ? നമ്മളിങ്ങനെ കണ്ടെയ്നറിൽ ചോറാക്കിയിട്ട് കഷ്ണം ഓരോരുത്തർക്ക് പീസ് ആക്കൂലേ?
ഇങ്ങനെ മാംസത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്തുകൊണ്ട് മുറിച്ചു മുറിച്ച് കഷ്ണം കഷ്ണമാക്കി മാറ്റുന്നതാണ്. സുമ്മ യബ്അസുഹാ, പിന്നെ അതിനെ റസൂലുള്ളാഹി തങ്ങൾ വോളണ്ടിയേഴ്സ് ഒക്കെ കൂടെ പോയി എല്ലാവരും ആ വെള്ളം നമ്മുടെ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വിതരണം ചെയ്യും. സുമ്മ യബ്അസുഹാ, ഈ ഇറച്ചി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കുമായിരുന്നു, കൊടുത്തയക്കുമായിരുന്നു. ഫി സ്വദാഇഖി ഖദീജത, ഖദീജ ബീവിയെ പരിചയമുള്ള അന്നത്തെ മുഴുവൻ മുഅ്മിനാത്തുകളിലേക്കും. മനസ്സിലായോ നിങ്ങള്? ആ മുഅ്മിനീങ്ങളിലേക്ക് ഇതിന്റെ മാംസം റസൂലുള്ളാഹി തങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഖദീജ ബീവി പറയാണ്, മഹത്വം പറഞ്ഞത് കേട്ടാൽ, മഹത്വം പറഞ്ഞത് ഖുൽതു ലഹു കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅ ഇല്ലാ ഖദീജ. അല്ല, ഭക്ഷണം എടുക്കാൻ പോയാ ഭക്ഷണം എടുത്തോളി. ഞാനിതിനിടയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന ഭക്ഷണം എടുക്കൂലേ, അതിന് തെളിവ് പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഗ്യാപ്പില്. കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കണേ തെളിവ് പറഞ്ഞാണ്. ഭക്ഷണമായപ്പോ പിന്നെ അത് പോകും, അങ്ങനെയാണല്ലോ. അപ്പൊ പിന്നെ പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ഭക്ഷണം റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്യും? എന്നിട്ട് ഖദീജ ബീബി പറയാണ്, ഇവരിങ്ങനെ മദ്ഹ് പറഞ്ഞത് കേട്ടാല് മഖ്ദൂന്നങ്ങളല്ലാത്ത പിന്നെ വേറെ ആരും ഇവിടെ ജീവിച്ചിട്ടില്ലാന്ന് തോന്നിപ്പോകും. ഇവർ ഈ മൗലിദും കാര്യം നടത്തുന്നേട്ടാ തോന്നിപ്പോകും, ഇത് മഖ്ദൂന്നങ്ങൾ തന്നെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. സെമിനാർ നടത്തുമ്പോൾ മുഹ്യിദ്ദീൻ ഷേഖിനെ പറ്റി പറഞ്ഞാൽ വേറെ ആരും ഇവിടെ ഇല്ലാന്ന് തോന്നിപ്പോകും. ഖദീജ ബീബിനെ കുറിച്ച് ആയിഷ ബീബി പറയാണ്, ഖദീജ ബീബിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ മദ്ഹ് അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് എന്താ തോന്നുക? ഖദീജ ബീബി പറയാണ്, കണ്ട, കഅന്നഹു ലം യകുൻ ഫി ദുനിയ ഇംറഅത്തുൻ ഇല്ലാ ഖദീജ. ഖദീജ അല്ലാതെ ഈ ദുനിയാവിൽ വേറെ പെണ്ണെന്നെല്ലാം തോന്നിപ്പോവും. ആ ജാതി പറിച്ചിട്ട് പറയാ, മൗലിദ് കേട്ട് ഓതിയിട്ട് 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 മുഹമ്മദ് മുസ്തഫ. ഇതിനെ വളച്ചൊടിക്കാന്നാ പറയാ, നേരെ അർത്ഥം വെക്കല്ലത്. ഇതിനെ വളക്കല, ഇതിനെ നിങ്ങൾ വളക്കാൻ സമ്മതിക്കരുത് വേറെ ആളെ കൊണ്ട്. ഇത് നേരെയാണ്. ഇതാണ് ഹദീസ്. ഹദീസിൽ പറഞ്ഞ കഥ ഇതാണ്. ഇനി നിങ്ങൾ പറ, തിരക്കിന്റെ ഇടയിൽ പ്രബോധന മധ്യേ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ അറുക്കുന്നു, മുറിക്കുന്നു, കഷ്ണം വീതിച്ചു മാറ്റിവെക്കുന്നു, ആളുകളിലേക്ക് കൊടുത്തയക്കുന്നു. എന്തിന് ചെയ്തതാണിത്? എന്തിന് ചെയ്തതാണിത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയ ആളുടെ മദ്ഹ് പറഞ്ഞ ശേഷം ആടിനെ അറുത്തു, വിതരണം നടത്തി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഔലിയാക്കളുടെ, അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, മഹത്തുക്കളുടെ മദ്ഹ് നമുക്ക് പറയാം, ഭക്ഷണം വിതരണം ചെയ്യാം. ഇത് ബുഖാരിയിലുള്ള ഹദീസാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അവന്റെ മോനെ എന്താണ് റാഹത്ത്! അല്ലാഹു റാഹത്താക്കട്ടെ, അല്ലാഹു റാഹത്താക്കട്ടെ. ഒന്നും വിഷമം കരുതരുത് ഹനീഫ. ഇല്ല, അപ്പൊ പറഞ്ഞോളി. ഒരു വിഷമം തോന്നിയതാണ്. നിഷ്പക്ഷമായിട്ടുള്ള ആളുകളും സദസ്സിലുണ്ട്. അപ്പൊ അവര് തെറ്റിദ്ധരിക്കുന്ന ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ആർക്കും തെറ്റിദ്ധാരണല്ലോ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ അതിന്റെ അല്ല ഹനീഫ പറഞ്ഞ കറക്റ്റാ. തെറ്റിദ്ധാരണ വരാൻ പാടില്ല. ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? അഞ്ച് വേക്കിൽ ആർക്കെങ്കിലും ഉണ്ടോ നോക്കിയാണ്. ആ വേക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ ഇല്ല, ഒരു തെറ്റിദ്ധാരണ ഇല്ല, എല്ലാവർക്കും മനസ്സിലായി.